ഒരു ഫ്രഷറിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. So, Jagdish, welcome. So, you have been working with multiple companies for like 15 years. You have been working in multiple IT companies, right? So, ഇപ്പോഴത്തെ ഫ്രഷേഴ്സ് വന്നിട്ട് ഇവരൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് വരുമ്പോൾ വാട്ട് ഈസ് ദ കീ എലമെൻറ്റ് ദാറ്റ് എനി കമ്പനി ലുക്സ് അറ്റ്? ടെക്നിക്കൽ അല്ലാതെ വാട്ട് ഈസ് ദി കീ എലമെൻറ്റ് ദാറ്റ് എ കമ്പനി ലുക്സ് ഇൻ ടു വൈൽ ഹയറിംഗ് ദം? സോ എൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ പല കാൻഡിഡേറ്റ്സിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ സ്കിൽസ് വളരെ സ്ട്രോങ് ആണ്. ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. പക്ഷെ അതിലത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ഉത്തരത്തിന് ഓൺ ദ പോയിൻ്റ് ആയിട്ട് പറയില്ല. എല്ലാം കറങ്ങി തിരിഞ്ഞ് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ലാസ്റ്റിലായിരിക്കും ആ ഒരു പോയിന്റ് ടു ദ ആൻസർ വരുന്നത്. പിന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാവില്ല. ഓൾവേസ് ഭയങ്കര കൈ ഹാൻഡ് ഫോൾഡഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു നെർവസ്നെസ് കാണിച്ചിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണാൻ പറ്റും, മുഖത്ത് കാണാൻ പറ്റും. അത് നാച്ചുറലി ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. ഒരു ഇൻ്റർവ്യൂ എത്തുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അത് കഴിയുന്നത്ര നമ്മൾ അതിനുള്ള പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ കഴിയുന്നത്ര ആ ടെൻഷൻ കുറച്ച്, ആ നെർവസ്നെസ് കുറച്ചിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ഫീൽഡിൽ നമ്മൾ സംസാരിക്കണം. എന്നാലും നമുക്ക് ചോദിക്കുന്ന ഉത്തരം നമ്മളത് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചോദിക്കുന്നതൊന്നും ആൻസർ പറയുന്നത് വേറൊന്നും ആവും. ഓക്കെ. അതേസമയം വാട്ട് ഹാവ് യു ട്രൈഡ് കാമിങ് ദം ഡൗൺ? ലൈക്ക് ഇപ്പോൾ ഇപ്പം ഞാൻ വന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്, ഐ എം റിയലി നെർവസ്. വാട്ട് വുഡ് യു ടെൽ മീ? സോ അതിൽ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. എന്താണ് അവരുടെ ഹോബീസ്, അവരുടെ വീട്ടിൽ ആരൊക്കെയെല്ലാം ഉണ്ട്. സോ ബേസിക്കലി ബിൽഡിങ് റാപ്പോ. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെന്താണ് അവർ ഇഷ്ടപ്പെടുന്നത്, വാട്ട് മേക്സ് ദം എക്സൈറ്റഡ് അബൌട്ട്. അവർ ടെക്നിക്കലായാലും ശരി പേഴ്സണലായിട്ടും എന്തെല്ലാമാണ് പ്രിഫർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എഫേർട്സ് ഇടുന്നത്, എന്താണ് അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ അപ്പാർട്ട് ഫ്രം ലേണിംഗ് സംതിങ് റിലേറ്റഡ് ടു ജോബ് എന്തെല്ലാമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് പറ്റിയിട്ട് അറിയുമോ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ നമ്മുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ചബിൾ ആവും. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ് ആയ ശേഷം മാത്രമേ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂയിലോട്ട് കടക്കുള്ളൂ. ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്തിട്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ വരെ അവർക്ക് പറയാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് അങ്ങ് നിൽക്കും. ദേ ഫീൽ നെർവസ്. ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഞാനും ഇൻ്റർവ്യൂസ് എടുക്കുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ഇവർ വന്നിങ്ങനെ ഇരിക്കും, പേര് ചോദിക്കുമ്പം ദേ വോണ്ട് ആൻസർ. സോ ഓൾ ദിസ് ഈസ് കണക്റ്റഡ് ടു സംതിങ്, റൈറ്റ്? ഇറ്റ് ഈസ്, ഇഫ് ഐ എം നോട്ട് റോങ്, ഇറ്റ്സ് സോഫ്റ്റ് സ്കിൽസ്, റൈറ്റ്? അതെ. അതിനകത്ത് വരുന്ന ഒരു എലമെൻറ്റ് തന്നെയല്ലേ ഈ എറ്റിക്വറ്റ്, റൈറ്റ്? സോ വി ക്യാൻ ഗോ ഡീപ്പർ ഇൻ ദാറ്റ്. അപ്പോൾ ദിസ് ഈസ് ജസ്റ്റ് ഒരു ഓവറോൾ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചോദിച്ചത്. സേ ഒരു ഫ്രഷർ വന്നു, ഹി ഗോട്ട് അപ്പോയിൻറ്റഡ്, ഇനീഷ്യൽ ഡേയ്സ് ആണ്, ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല. അവരാദ്യം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് നോക്കുന്നു. വെർച്വൽ മീറ്റിംഗ്സിൽ ഹൗ ഡു ദേ ഹാൻഡിൽ ദംസെൽവ്സ്? അതിനെന്തെങ്കിലും ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇസ് ദർ സംതിങ് ദാറ്റ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു? ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് ചെയ്യാനുണ്ട്. ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ വർക്ക് ഫ്രം ഹോമും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മീറ്റിംഗ്സ് എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. ആ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അതിൽ കൊണ്ടുവരണം. നമ്മളൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ ഡ്രസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് അത്ര പ്രൊഫഷണൽ അല്ല. വിൽ ഹാവ് ടു ബി വെൽ ഡ്രസ്ഡ്. നമ്മൾ എങ്ങനെയാണോ ഒരു ഓഫീസിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ ഡ്രസ്സ് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത്. Casuals is not really, t-shirts or something of that sort is not really appreciated. സോ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണം. നമ്മളൊരു മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ക്യാമറ ഓൺ ആയിട്ട്, വീഡിയോ ഓൺ ആയിരിക്കണം. ഓൺ ആയിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ ആയിരിക്കും ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മൾ കാഷ്വലായിട്ട് വേറെ എവിടെയെങ്കിലും നോക്കലോ
അല്ലെങ്കിൽ നമ്മൾ ഫോണിലോട്ട് ബ്രൗസ് ചെയ്യലും അങ്ങനത്തെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒരിക്കലും പാടില്ല. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. സോ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂമിൽ ബാക്ക്ഗ്രൗണ്ട് കവർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലും ഡിസ്റ്റർബൻസ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. സോ ദാറ്റ് ദ മീറ്റിംഗ് ഗോസ് ഓൺ അൺഇൻറ്ററപ്റ്റഡ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനെക്കാട്ടും വളരെ ലാഘവത്തോടെ മിസ്സാവും. നമ്മളെല്ലാവരും ചെയ്ത കാര്യങ്ങളായിരിക്കും. നമ്മൾ കുറേ നേരം സംസാരിക്കും, വളരെ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ വ്യൂ പോയിന്റ് നമ്മൾ പറയായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരാൾ പെട്ടെന്ന് നമ്മളെ വിളിച്ച് പറയുന്നത് നിങ്ങൾ മ്യൂട്ടിലായിരുന്നു. അപ്പോൾ ആണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു വലിയൊരു അബദ്ധം ചെയ്തു. Any such scenarios that you can quote? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ അങ്ങനത്തെ കേസസ് ഉണ്ടായിട്ടുണ്ട്. സോ വാട്ട്സ് ലൈക്ക് എനിക്കായാലും ഞങ്ങളുടെ ടീം മീറ്റിംഗ്സിലായാലും നമ്മൾ പല ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യും. ഈ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടും ടെക്നിക്കലായിട്ടും പല വ്യൂ പോയിന്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സൂം മീറ്റിങ്ങിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. പെട്ടെന്നാണ് ഒരാൾ പറയുന്നത് ഇല്ല നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങളുടെ വായ അനങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ, പക്ഷെ ദർ ഇസ് നോ വോയിസ്. സോ ഓർ റിപ്പീറ്റിംഗ് ദ സെയിം തിങ് അഗെയിൻ, യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഓവർ അഗെയിൻ. എല്ലാ കാര്യവും ആദ്യം തൊട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. സോ ഇതിനൊരു ഫണ്ണി സൈഡ് ഉണ്ടെങ്കിലും ഇറ്റ് ഹാസ് എ ഡിഫിക്കൽട്ടി ടു യു ടു സേ ഇറ്റ് ഓൾ ഓവർ അഗെയിൻ. പിന്നെ ഒരു പറ്റും കൂടെ പറയാം, ഒരേ സാധനം തിരിച്ച് ഒരേ കാര്യം നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തല്ലെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു ടെൽ ഇറ്റ്. ആ ഒരു ഫ്ലോയിൽ വന്നതുപോലെ ചിലപ്പം വന്നെന്ന് കാണില്ല. ഇല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലത്തെ റീക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി വെൻ യു ആർ ക്രിയേറ്റിംഗ് ന്യൂ ഐഡിയാസ്. ഒരു പ്രോജക്റ്റിന് എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ളൊരു ഐഡിയാസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഫ്ലോയിൽ വെച്ചിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ it's funny for all people, but again it is more troublesome as well. Right. So any other areas that you find ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും സിനാരിയോസ് അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടോ? ഫോർ ഇതിപ്പോൾ ഒരു സിനാരിയോ ആണ്, സൂമിലും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലും സ്റ്റുഡൻസ് വന്ന് ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രഷർ വന്ന് ജോയിൻ ചെയ്യുന്നു. ഇത് വൺ സച്ച് സിനാരിയോസ്. ഇതല്ലാണ്ട് വാട്ട് ആർ ദി അതർ ഏരിയാസ് ദാറ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ സീനിയർ പ്രത്യേകിച്ച് ഗൈഡൻസ് കൊടുത്ത കാര്യമാണ്. എന്നെ മെൻറ്റർ ചെയ്തിട്ട് എന്നെ ഗൈഡ് ചെയ്ത ആളായിരുന്നു. സോ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ മെയിൽ അയക്കുമ്പോൾ നമ്മൾ സ്പെൽ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും ആരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് മെയിൽ അയക്കാം. നമ്മളുടെ കൊളീഗിന് അയക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മാനേജറിന് അയക്കാം, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിന് വരെ മെയിൽ അയക്കാൻ പറ്റും. കുറേ ആൾക്കാർ കോപ്പി ചെയ്തിട്ട് അതിലായിരിക്കും നമ്മൾ മെയിൽ അയക്കുന്നുണ്ടാവുക. അതിൽ നമ്മൾ ഉള്ള മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആക്കിയിട്ട് സ്പെൽ ചെക്ക് ചെയ്യാതെ അയക്കുമ്പോൾ നമ്മളത് വളരെ അൺപ്രൊഫഷണലായിട്ട് നമ്മളെ പിക്ചർ ചെയ്യുന്നത്. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊരു കാര്യം എന്നോട് എൻ്റെ ട്രെയിനർ പറഞ്ഞത്, എൻ്റെ മെൻറ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം നമ്മൾ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റിപ്ലൈ ഓൾ ചെയ്യാം. 2 ഓപ്ഷൻ ഒരു മെയിലിന് നമുക്ക് കിട്ടും. നമുക്ക് ആർക്കെല്ലാം നമുക്ക് നമ്മൾ പറയേണ്ട കാര്യം എത്തേണ്ടതെന്നുള്ള ആ ഒരു കൃത്യമായ ബോധം വേണം. എന്നാൽ നമുക്കത് റിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം അതിന് കോപ്പി ചെയ്താൽ മതി. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അത് ശരിക്കും എത്തേണ്ട ആൾക്കാർക്ക് മാത്രം വിസിബിൾ ആയിരിക്കും. ഷുഡ് ബി വിസിബിൾ. എല്ലാവർക്കും കാണിച്ചിട്ട് ദർ ഇസ് നോ റിലവൻസ്. പിന്നെ നമുക്ക് വേറെ ഏതൊക്കെ എലമെൻറ്റ്സ്, ലൈക്ക് ഇപ്പം എൻ്റെ കുറച്ച് സിനാരിയോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ ഹാഡ് ബീൻ ഇൻ ടു ട്യൂട്ടറിങ് ആസ് വെൽ. അപ്പം ഇനീഷ്യലി ഇൻ്റർവ്യൂവിൽ കോവിഡ് ടൈമിലായിരുന്നു. അപ്പോൾ വി കനോട്ട് ഗോ ടു ദ പ്ലേസ് ഫോർ ഇൻ്റർവ്യൂ. അപ്പോൾ റെക്കോർഡ് ചെയ്ത് അയക്കണം. വി ഹാവ് ടു റെക്കോർഡ് അവർ സെൽസ്. ഒരു സെഷൻ തരുവർ റെക്കോർഡ് ചെയ്ത് നമ്മൾ അയക്കണം. എനിക്ക് ആദ്യം ആ ഒരു ക്ലാരിറ്റി എന്താണ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ വാട്ട് ഐ ഡിഡ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്ലിയർ ആണ്, എല്ലാം ഓക്കെ. ബട്ട് പറഞ്ഞു തുടങ്ങി, വെൻ ഐ ലുക്ക് ഇൻ ടു ദാറ്റ് വീഡിയോ, എൻ്റെ ഫേസ് എക്സ്പ്രഷൻ, എൻ്റെ നെർവസ്നെസ്, എൻ്റെ പേടി എല്ലാം അതിനകത്ത് ഇങ്ങനെ ഇറ്റ് വാസ് റിയലി വിസിബിൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷർ, ആ സമയത്ത് ഞാൻ ഫ്രഷർ അല്ല, അതിനു മുന്നും ഐ ഹാവ് ബീൻ വർക്കിംഗ്, ബട്ട് ദെൻ അഗൈൻ ഒരു ഫ്രഷറിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അറിയാത്തുള്ള ഒരാൾ ഹൗ വിൽ ഹി ഓർ ഷീ അപ്ലൈ, അതും കോവിഡ് ടൈമിൽ. അപ്പോൾ
this is one area that I looked into. Then again, when I started teaching, I was a demo teacher. Whenever I started teaching, പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ I tell all the students, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം you make sure that the background is clear. ഒന്നും തുണി തൂക്കിയിടാൻ പാടില്ല. It should be a clear background. Either you should be facing a wall, അല്ലെങ്കിൽ it should be having a blurred image. Google Meet-ലാണെങ്കിലും Zoom-ലാണെങ്കിലും we get it. Just like how you told earlier. അതെ. ഇത് just scenarios ആണ്, just like how you were told us. പിന്നെ there is an incident that happened on the previous work. Freshers വന്ന് കയറുമ്പോഴത്തേക്കും they don't know how to address people. ഒരു etiquette എന്നുള്ള രീതിക്ക് there are certain areas that one should look into. ഒരു ഫ്രഷർ എന്നുള്ള രീതിക്ക് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. Any such areas that you എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? That something else that we can add on to? സോ ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ നമ്മൾ കൂടുതൽ റെഫർ ചെയ്യുന്നത് ഡയറക്ട്ലി ബൈ ദ ഫസ്റ്റ് നെയിം. അതൊരു വലിയൊരു കൾച്ചർ ചേഞ്ചാണ്. നമ്മളിപ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സാർ അല്ലെങ്കിൽ മാഡം പറഞ്ഞിട്ടാണ് റെഫർ ചെയ്യുന്നത്. പക്ഷേ ഒരു കോർപ്പറേറ്റ് എൻവിറോൺമെൻറ്റിലാവുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി കളയണം. നമ്മളെക്കാളും 20-30 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായ ആളെ പോലും നമ്മൾ ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് റെഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെ സർ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റിൽ വി ഹാവ് നോട്ട് ഗ്രോൺ ഫ്രം എ സ്റ്റുഡൻറ്റ് ടു എ പ്രൊഫഷണൽ. സോ ദാറ്റ് ഇസ് ഓൾവേസ് ദെയർ. ആ ഒരു ചേഞ്ച് ഇൻ മൈൻഡ് സെറ്റ് ഹാസ് ടു ഹാപ്പൻ. സോ ഒരു മെയിൽ റെഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സേ ഒരു എൻ്റെ പേരാണ്, എൻ്റെ പേര് വെച്ചിട്ട് ഒരു മെയിൽ അയക്കുവാണ്, ഹായ് അല്ലെങ്കിൽ ഹലോ ജഗദീഷ്, അങ്ങനെയാണ് റെഫർ ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റിൽ നമ്മളൊരു സാധാരണ മെയിൽ കമ്പോസ് ചെയ്യുന്ന പോലെ തന്നെ താങ്ക്സ് ആൻഡ് റിഗാർഡ്സോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ആ ഒരു ഫോമലായിട്ട് നമ്മൾ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മളത് ഫോമലായിട്ട് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഷോർട്ട് ഫോം ആക്കൽ, താങ്ക് യു എന്ന് പറയുമ്പോൾ TH താങ്ക് വെറും യു മാത്രം എഴുതൽ, അതുപോലത്തെ അബ്രിവേഷൻസ് ഒന്നും പാടില്ല. ഇമെയിൽ എറ്റിക്കറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഹൗ യു കമ്മ്യൂണിക്കേറ്റ്, ഇതൊരു നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ അല്ല. എങ്ങനെയാണോ അത് വാട്സപ്പ് ഉപയോഗിക്കുന്നത് അതുപോലത്തെ ഇമോജീസ് എല്ലാം ഉപയോഗിക്കുക, അതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് ടു മേക്ക് സൗണ്ട് മോർ പ്രൊഫഷണൽ. ഒരു പ്രൊഫഷണലായിട്ട് ഒരു എൻവിറോൺമെൻറ്റിൽ വരുന്ന സമയത്ത് ഈ ഒരു ചേഞ്ച് ഇൻ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇസ് ഓൾവേസ് റിക്വയർഡ്. സോ ദാറ്റ്സ് വെയർ this sort of soft skills become very important along with communication, along with technical skills. അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പിനേഷനാണ്. ടെക്നിക്കൽ സോഫ്റ്റ് സ്കിൽസിൻ്റെ താഴെ തന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ എറ്റിക്കറ്റ്സ് ഉണ്ട്. എറ്റിക്കറ്റ്സ് തന്നെ അഗെയിൻ ഇറ്റ് ഇസ് വെരി വാസ്റ്റ് അല്ലേ. ഒരു ഫ്രഷറിന് ഡു യു തിങ്ക് അല്ലെങ്കിൽ ഡു യു തിങ്ക് എ ഫ്രഷർ വിൽ നോ ഓൾ ദിസ്? ഫ്രഷർ അറിഞ്ഞിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ ഒരിക്കലും ഒരു കോളേജിലോ ഇങ്ങനത്തെ ഒരു സ്റ്റഡീസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടാറുണ്ട്. റയർലി ടു സം എക്സ്റ്റെൻറ്റ്. ടു ദ പോയിന്റ് ഓഫ് വർക്കിംഗ് ഇൻ എ പ്രൊഫഷണൽ എൻവിറോൺമെൻറ്റ് ആ ഒരു ലെവലിൽ ആവാൻ വേണ്ടിയിട്ട് ദേ ഓൾവേസ് നീഡ് ടു പുട്ട് ഇൻ എഫേർട്സ്. എങ്ങനെയാണ് ഒരു കൊളീഗിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മാനേജ്മെൻ്റ് അടുത്ത് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ അറ്റയർ അതിൽ വരേണ്ടത്, ഹൗ ടു പ്രസൻറ്റ് യുവർ സെൽഫ് ഇൻ എ പ്രൊഫഷണൽ അറ്റയർ, ഇങ്ങനത്തെ കുറേ ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ പറഞ്ഞ പോലത്തെ സോഫ്റ്റ് സ്കിൽസ്. സോ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഹാസ് ടു പുട്ട് ഇൻ എഫേർട്സ്. ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഇതെന്താണ് ടെക്നിക്കൽ സ്കിൽസ് പഠിക്കുന്ന കൂടെ തന്നെ ഓൺ എ സെയിം ലെവൽ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നു, സ്റ്റാർട്ടിങ് ബേസിക്സ് വെച്ചിട്ട് പഠിച്ചെടുത്ത് എക്സ്പേർട്ട് ആവുന്നു, അതേപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലിൻ്റെ വളരെ ബേസിക്സ്, ഹൗ ടു സ്ട്രക്ചർ ദ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ ഒരു പാരഗ്രാഫ്സ് പ്രോപ്പറായിട്ട് ഫോമാറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് ഒരാളെ അഡ്രസ്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു മെയിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഡോക്യുമെൻ്റ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ പ്രസൻറ്റ് ദെംസെൽസ് ബെറ്റർ അറ്റ് ദ ഓർഗനൈസേഷൻ ദേ ആർ ഗോണ വർക്ക് ഫോർ. സോ അവിടെ പോയി കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കിൽസ് ക്യാൻ ടേക്ക് യു ടു എ പർട്ടിക്കുലർ ലെവൽ. അതിനുശേഷം നെക്സ്റ്റ് ലെവലിലോട്ട് പോകണമെങ്കിൽ ഇറ്റ് ഇസ് അബൌട്ട് യുവർ കമ്മ്യൂണിറ്റി സോഫ്റ്റ് സ്കിൽസ്. ദാറ്റ് ഈസ് വാട്ട് വിൽ ടേക്ക് യു ടു ദ നെക്സ്റ്റ് ലെവൽ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് കയറാൻ എളുപ്പമായിരിക്കും. ഈ ടെക്നിക്കൽ സ്കിൽസും അത്യാവശ്യം ബേസിക് ആയിട്ട് സോഫ്റ്റ് സ്കിൽസ് വെച്ചിട്ട് കയറാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ബിക്കമിങ് ദാറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒരു സീനിയർ ഡെവലപ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു ലീഡായിട്ടോ മൂവ് ഓൺ ചെയ്യണമെങ്കിൽ യു വിൽ ഹാവ് ടു കൊളാബറേറ്റ് വിത്ത് പീപ്പിൾ.
യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. അവരുടെ അടുത്ത് സംസാരിച്ച് അകത്തും വെളിയിലും. വെളിയിലും എല്ലാ സ്ഥലത്തും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഒരു ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമുക്ക് ടെക്നിക്കൽ സ്കിൽസിന് ഒപ്പം തന്നെ സോഫ്റ്റ് സ്കിൽസും വളർത്തിയിട്ട് കൊണ്ടുവരണം. സോ വാട്ട് യു സജസ്റ്റിംഗ് ഇസ് അപ്സ്കിൽ ചെയ്യാൻ നോക്കുന്ന ആരായാലും ഷുഡ് ബി ഗോയിങ് അഹെഡ് വിത്ത് സോഫ്റ്റ് സ്കിൽസ് ആസ് വെൽ. യെസ്, സോ ദാറ്റ്സ് എ ഗ്രൗണ്ട് റിയാലിറ്റി. അതാണ് നമ്മൾ ചെയ്യേണ്ടതും. ഓരോ ഫ്രഷറും ടെക്നിക്കൽ സ്കിൽസ് പഠിക്കാൻ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതേ ഈക്വലായിട്ട് സോഫ്റ്റ് സ്കിൽസ് പഠിക്കാനുള്ള എഫേർട്ടും ചെയ്യണം.